ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ പറയാൻ പോകുന്നുള്ള ചാപ്റ്റർ എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് ദ പോയം റിയൽ എസ്റ്റേറ്റ് ബൈ സെബാസ്റ്റ്യൻ. ഈ ഒരു പോയം ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളത് ഒരു ഭൂമിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെയാണ് വിമർശിക്കുന്നുള്ളത്. ദ ഗ്രീഡ് ഓഫ് മാൻ വൂ സീക്സ് ടു ഓൺ ദ എർത്ത്. അതുപോലെ തന്നെ ഈ ഒരു പോയം പ്രെഡിക്റ്റ് ചെയ്യുന്നുള്ളത് ശൂന്യമായ ആകാശവും ഭൂമിയും ഒന്നിക്കുന്ന ഒരു ന്യൂ വേൾഡായിട്ട് ഫ്യൂച്ചർ മാറുമെന്നാണ് പോയം പ്രെഡിക്റ്റ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പറയുന്നുള്ളത് ഈ ഒരു ഭൂമിയെ തിന്നുന്ന അത്യാഗ്രഹം പിടിച്ച ഒരു മനുഷ്യനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളത്. ഇനി ഈ ഒരു പോയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയം എന്നുള്ളത് ഷോർട്ട് പോയം. റിയൽ എസ്റ്റേറ്റ് ഈസ് എ ഷോർട്ട് പോയം. അതുപോലെ തന്നെ റിട്ടൺ ഇൻ എ ഫ്രീ വേഴ്സ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റൈമൊന്നും ഇല്ലാതെ ഫ്രീ വേഴ്സ് ആയിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം മലയാളത്തിൽ സെബാസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബി കേരളവർമ്മ എന്ന് പറയുന്ന റൈറ്ററാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ടൂണിലാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഡെപ്പിക്റ്റിങ് എ ഡിസ്റ്റോപ്യൻ വേൾഡ്, ഇമാജിൻ വേൾഡാണ് ഈ ഒരു പോയത്തിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശൂന്യമായ ഒരു നദികളും അതുപോലെ തന്നെ ആകാശവും ഒന്നിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ പറയുന്നുള്ളത്. പിന്നെ പറയുന്നുണ്ട് ശൂന്യമായ ആകാശവും നദിയും ഒന്നിക്കാനുള്ള കാരണം ആരാണ്? മനുഷ്യരുടെ ഈ ഒരു ഗ്രീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരുടെ അത്യാഗ്രഹം കാരണമായിട്ട് പഴയ ഭൂമി ഓൾഡ് വേൾഡ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയത് കാരണമായിട്ടാണ് ഈ ഒരു എംപ്റ്റി സ്പേസസിൽ സ്കൈയും റിവറും ടുഗദർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ദ പോയം ബിഗിൻസ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഓഫ് എ ക്ലിയർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് സ്ട്രീം ദാറ്റ് ഫ്ലോസ് വിത്തൗട്ട് എനി വേവ്സ്. തിരകളില്ലാതെ ഒഴുകുന്നുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അരുവി, ആ അരുവിയുടെ ചിത്രം കൊണ്ടാണ് ഈ ഒരു പോയം തുടങ്ങുന്നുള്ളത്. അതുപോലെ തന്നെ ക്ലൗഡ്ലെസ്സായിട്ടുള്ള ക്ലിയർ സ്കൈ, മേഘങ്ങളില്ലാതെയുള്ള ആകാശവും അതുപോലെ തന്നെ തിരകളില്ലാതെ ഒഴുകുന്ന അരുവിയെയും കൊണ്ടാണ് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പറയുന്നത് ഈ ഒരു സ്കൈയും സ്ട്രീമൊക്കെ ഒരു പെർഫെക്റ്റ് ഹാർമണി ആയിട്ടാണ് കാണുന്നുള്ളത്. അതുപോലെ തന്നെ പോയറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ദ ഫോക്കസ് ഓൺ ടു ഹൗ പീപ്പിൾ ട്രൈ ടു ലിഫ്റ്റ് ദ സ്കൈ ആൻഡ് ദ വേൾഡിനെയും അതുപോലെ തന്നെ ആകാശത്തെയും എങ്ങനെയാണ് ജനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഈ ഒരു പോയറ്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് ജേർക്കിങ്, ഞെട്ടലില്ലാതെ എല്ലാം എങ്ങനെയാണ് പീപ്പിൾ ഈ ഒരു സ്കൈനെയും വേൾഡിനെയും ലിഫ്റ്റ് ചെയ്യുന്നുള്ളത് എന്നാണ് ഈ ഒരു പോയറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ദേ ഹാവ് ടു കംപ്ലീറ്റ് ദ ടാസ്ക് ബിഫോർ ദ ക്ലൗഡ്സ് ഫിൽ ദ സ്കൈ ആൻഡ് ദ റിവേഴ്സ് സ്വെൽ ദ വേവ്സ്. ഈ ഒരു നദികൾ തിരകളോടൊന്നിച്ച് ഒഴുകുകയും അതുപോലെ തന്നെ ആകാശം മേഘങ്ങളാൽ നിറയുന്നതിന് മുമ്പ് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നുള്ളത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്, ഈ ഒരു പ്രയോഗം സൂചിപ്പിക്കുന്നുള്ളത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ റെലവൻസ് ഓഫ് പെർഫോമിങ് ദ ടാസ്ക് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്നുള്ള മനുഷ്യരുടെ ഓരോ ടാസ്കുകൾ, മനുഷ്യരുടെ പ്രവർത്തികളെ പറ്റിയിട്ടല്ലാന്ന് ഈ ഒരു വാക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നുള്ളത് ക്രിയേറ്റേഴ്സ് ആർ ബിസി കൺസ്ട്രക്ടിങ് എ ന്യൂ വേൾഡ് ഇൻ ദ വോയിഡ്. ഈ ഒരു ശൂന്യമായ സ്ഥലത്ത് ന്യൂ വേൾഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യത്തിൽ ക്രിയേറ്റേഴ്സ് ബിസി ആയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നുള്ളത്. പിന്നെ പറയുന്നുണ്ട് ഒരു പോയറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് മീൻസ് ബൈ ആൻഡ് സെൽ ലാൻഡ് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ദർ ഗ്രീഡ്. അവരുടെ അത്യാഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭൂമിയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് പോയറ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. മെൻ ഓഫ് ട്രേഡ്സ് മീൻസ് ഈ ഒരു ലാൻഡ് വാങ്ങുന്നവരും വിൽക്കുന്നവരും എന്ന് പറഞ്ഞല്ലോ, അവരോടുള്ള ഒരു റിക്വസ്റ്റ് ആയിട്ടാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നുള്ളത്. ആ ഒരു റിക്വസ്റ്റ് മീൻസ് ഇങ്ങനെ ഈ ഒരു ഗ്രീഡി ഗ്ലാൻസസ് മീൻസ് അത്യാഗ്രഹ കണ്ണുകളോടെ ഈ ഒരു ന്യൂ വേൾഡിനെയും ഇനി നോക്കരുത്, അങ്ങനെയുള്ള ആ ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഷോർട്ട് പോയത്തിൽ പറയുന്നുള്ളത്. ചെറിയൊരു കവിതയാണെങ്കിലും ഒരുപാട് അർത്ഥം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മനുഷ്യന്മാരുടെ ഇന്നത്തെ പ്രവർത്തികളൊക്കെ അതിൻ്റെയൊക്കെ പ്രസക്തി
ആ ഒരു പ്രവൃത്തികൾ കാരണം എത്രത്തോളം അത് നമ്മുടെ ഭൂമിയെ ബാധിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ വിശദമായിട്ട് പറയുന്നുള്ളത്. ഇതിൽ വലിയൊരു അർത്ഥം ഉള്ളത് അതൊക്കെയാണ്. ഈ ഒരു ഗ്രീഡ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാരുടെ ആ ഒരു അത്യാഗ്രഹം കാരണം ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള നമ്മളുടെ വേൾഡിനെ പറ്റിയിട്ടുള്ള ആ കാര്യമാണ് ഇതിൽ പറയുന്നുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററുടെ എക്സ്പ്ലനേഷൻ നോട്ട്സ് ആൻഡ് ഓൾസോ നോട്ട്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു നോട്ട്സൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇനിയും കൂടുതൽ ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഇനിയും കൂടുതൽ അപ്ലോഡ് ചെയ്യില്ല. അതുകൊണ്ട് ഹെൽപ്ഫുൾ എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഏതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എക്സ്പ്ലനേഷൻ വേണ്ടതെന്ന് തീർച്ചയായും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബിസി ആയതുകൊണ്ട് അത് ട്രൈ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. സോ ഐ വിൽ ട്രൈ. പിന്നെ ഇതിൽ കുറച്ച് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാം വായിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാവും.